പോയിട്ട് വരാം. ശരി, വിട്ടാലോ? പോവാം. പിടിച്ചു. അപ്പൊ കാണാം. അപ്പനെ വിളിച്ചോളട്ടെന്നാ. ഓക്കെ. ആ ശരി. ഹലോ, റിച്ചാർഡല്ലേ? അതെ. ആ, ഞാൻ കുട്ടിച്ചനാണ്. ആ, നമ്മുടെ എൽദോസച്ചൻ പറഞ്ഞേച്ച് പെണ്ണ് കാണാൻ വരുന്നവരാ. ഞങ്ങളിപ്പോ ഇത് അങ്കവാലിയല്ലടാ. ആ, ഞങ്ങളിപ്പോ അങ്കവാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴിയൊന്ന് കൃത്യം ഒന്ന് പറഞ്ഞുതരാമോ? അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്ക് ബി റോഡ് റോട്ടിൽ കയറിട്ടൊന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ശരി. ആരാ വിളിച്ചേ? എൽദോസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പൈൻ്റെ കാര്യം. ആ പൈനും കൂട്ടും വന്നിട്ടുണ്ട്. LF എത്തി. അവരോട് വരാൻ പറ, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ടോ? എന്നിട്ടെന്താ, 2 ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാ പോരെ? പരിപാടി കഴിഞ്ഞോണ്ട് ഇറങ്ങിയ കേട്ടോ. കൊച്ചല്ലേ റിച്ചാർഡ്? ആ, കുട്ടിച്ചൻ. അതെ. ആ, പയ്യൻ ഇത് തന്നെ. വായോ. അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തേക്ക് വന്നേ. നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് വിടറാ. ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? ഹൈ, വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും. ഒരു അപ്പം കൂടെ ഉണ്ട്. ഒന്ന് വന്നെണ്ട്. ഞാൻ കുട്ടിച്ചൻ. എൽദോസച്ചന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇത് സ്ലീവാച്ചൻ. എന്തായിരുന്നു? കൃഷിയാ. കൃഷി എന്ന് പറയുമ്പോ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ മെയിൻ. പിന്നെ ഇവന്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവന്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാര ടൗണിൽ ഒരു 3 നില കെട്ടിടമുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തേക്ക. ശരിക്കും ആ വാടക മതി. നീ ആണോ കുത്തുന്നത്? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവന്റെ മൂത്തങ്ങള് 4 പെണ്ണുങ്ങളാ. അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പൊ ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടുത്തെ അമ്മച്ചിക്കാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ആ, പറഞ്ഞായിരുന്നു. ഒന്ന് കാണാൻ പറ്റൂ? പിന്നെന്താ, കാണാലോ. ഇവര് നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി? മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റാ. കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഇതെന്നാ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടേക്കണേ? ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ, എപ്പോഴും നല്ല വായുസഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ. നോക്കിയേ, അല്ലേ അമ്മച്ചി? മോനെ ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സ്ലീവാ. അമ്മച്ചിയുടെ മോളെ പെണ്ണാണാൻ വന്നാ ഹൈ റേഞ്ചിൽ നിന്ന്. ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്തെ? കരുവാളിച്ചിട്ടുണ്ടല്ലോ കാല്. ആ, അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ? ഇല്ല. ആ, രക്തോട്ടം ഇല്ലാത്തതിന്റെ. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. രക്തം നല്ല സൂപ്പറായിട്ട് ഓടും. അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല. ആണോ? നമ്മുടെ അവിടെ പറമ്പ് ഒത്തുക. ഞാൻ വേണേ അല്ലെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ. എന്നാ സുഖമെന്നറിയോ? നല്ല ശുദ്ധ വായുവും വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിന്റെ പകുതി അസുഖം മാറുന്നേ. എൽദോച്ച മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ പിന്നെ അമ്മച്ചി കിടന്നു, ഞങ്ങൾ ഇറങ്ങിക്കോ. 20 രൂപ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ. ആന്റിയെ, ചായ കാപ്പി ഒന്നും എടുക്കല്ലേ, ഞങ്ങൾ വഴിയിൽ കുടിച്ചേച്ചാ വന്നേ. ഒരു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചിട്ട് വന്നേ. ഒന്നുമില്ലെങ്കിലും പെണ്ണ് കാണാൻ വന്നല്ലേ, അതല്ലേ എനിക്ക് മര്യാദ. എടാ, നിൽക്കുന്നതാ അമ്മച്ച. എന്തായാലും മാറ്റി സംസാരിക്കണേ സംസാരിച്ചോ. ഓ, എനിക്ക് അങ്ങനെ മാറ്റി നിർത്തി പറയാനൊന്നുമില്ല. ഇതുപോലൊരു അമ്മച്ചി എന്റെ വീട്ടിലുണ്ട്. ആ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കിയാച്ചാ മതി. ഇതാ ശ്രീവാച്ചന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനമാക്കിയിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞാച്ചാ മതി. ശരി എന്നാ.